ഹലോ, എന്തെല്ലാം വിശേഷം? സമയം നോക്ക്, 4 മണിയായി. ഒരു ചായ കുടിക്കാൻ പോയാലാന്ന് ചോദിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ ഇനി സമയം നോക്കിയിട്ട് ചായ കുടിക്കാനൊന്നും പോകണ്ട. എപ്പോൾ വേണമെങ്കിലും നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന റോസ്റ്റഡ് ടീൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പേര് കേട്ടിട്ട് ഞെട്ടൊന്നും വേണ്ട, സാധാ ചായക്ക് വേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ചായപ്പൊടിയും പഞ്ചസാരയും പാലും, പിന്നെ കുറച്ച് എക്സ്ട്രാ വരുന്നത് ഒരു 2 ഏലക്കായും 2 ഗ്രാമ്പും. അത് നിങ്ങൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ അത്രയും സുഖമായി. ഇപ്പം നിങ്ങൾ ആലോചിക്കില്ലേ, അപ്പോൾ ഇതിലിപ്പോൾ എന്താ പ്രത്യേകത എന്ന് ആക്കണ്ട് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഗ്യാസ് കത്തിച്ച് നമ്മൾ എന്താക്കി, നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചു. അതായത് ഈ ചായപ്പൊടിയും പഞ്ചസാരയും കൂടി ഇട്ടിട്ടുള്ള പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു സ്പൂൺ എടുത്തിട്ട് എന്ത് ചെയ്തു, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളത് മിക്സ് ചെയ്തു. അങ്ങനെ മിക്സ് ചെയ്ത് ഏകദേശം ഈ ഒരു രൂപമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഏലക്കയും ഗ്രാമ്പും അതിലിട്ട് കൊടുക്കണം. കയ്യിലല്ല, പാത്രത്തിൽ വെച്ചാൽ മതിയിട്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടില്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊന്ന് കൂടും. ഏത് കരിഞ്ഞു പോകുന്ന സാരം. അങ്ങനെ നമ്മളെ ചായപ്പൊടിയും പഞ്ചസാരയും ഒരുമിച്ച് സെറ്റ് ആവുന്ന ടൈമിൽ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ പാൽ ഒഴിക്കുന്ന സമയത്ത് ഈ പഞ്ചസാരയും ചായപ്പൊടിയും കൂടി ബോണ്ടിനെ കൊണ്ടേ കുറച്ച് കട്ടിയായിട്ട് നിൽക്കും. പക്ഷേ ആരും പേടിക്കേണ്ട കേട്ടോ, കുറച്ച് കഴിയുമ്പോൾ അത് താനെ മെൽറ്റ് ആയിക്കോളും. അങ്ങനെ നമ്മളെ ചായ ഇങ്ങനെ തിളച്ച് പൊന്തി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ആഹാ, എന്തൊരു ഭംഗി കാണാൻ! ഇങ്ങനെ ഒഴിക്കുമ്പോൾ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ റോസ്റ്റഡ് ടീ ഇവിടെ റെഡിയായി കേട്ടോ. ഇനി നമുക്ക് ഈ ചായ ഒരു ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് വീട്ടിൽ എന്താണോ കഴിക്കാനുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ ഈ സ്ട്രോങ് ആയിട്ടുള്ള ചായയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ചായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങളെ ചായ ലവർ ഫ്രണ്ടിനെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ശരി, ബൈ.